അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒരു വിഷയം. കളഞ്ഞുപോയ വസ്തുക്കൾ, കാണാതെ ആയിപ്പോയിട്ടുള്ള വസ്തുക്കൾ, ആ വസ്തു നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു കിട്ടാൻ, അത് എത്ര പഴകിയതാണെങ്കിലും എത്ര കാലം മുൻപ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം നമുക്ക് ലഭിക്കുകയും അതിനുള്ള പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റും ദുആയുമാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. കാണാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ വെച്ചതാണ്, വീട്ടിൽ തന്നെ വെച്ചത് നമുക്ക് കാണാതെ ആയതാണ്, വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയതാണ്, അത് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കാണാതായതിനുള്ള ഒരു മന്ത്രം. അതുപോലെ പുറത്ത് നിന്ന് നമ്മൾ യാത്ര പോകുന്ന സമയത്തോ മറ്റുമൊക്കെ പുറത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ലഭിക്കാൻ. അതുപോലെ കുറേ പഴകിയിട്ട് ആരുടെയെങ്കിലും കൈകളിൽ പെട്ടുപോയി, പക്ഷെ അവരന്ന് അത് എടുത്തു ഉപയോഗിച്ചു, അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുത്തില്ല. പക്ഷെ നമ്മുടെ ആ മുതൽ ഒരാളുടെ കയ്യിലേക്കത് ലഭിച്ചിട്ടുണ്ട്, അയാൾ യഥേഷ്ടം അത് ഉപയോഗിക്കുകയും ചെലവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പണമാണെങ്കിൽ പണം, സ്വർണമാണെങ്കിൽ സ്വർണം. പക്ഷേ നമ്മൾ ഈ ദിക്ർ, ഈ ദുആ അങ്ങ് നടത്തുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു മാറ്റം വരികയും അത് നമ്മിലേക്ക് അവരറിയിക്കുകയും, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഈ ദിക്ർ ചൊല്ലലോടുകൂടി ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തണം. അപ്പോഴാണല്ലോ അത് അറിയുക ഉടമസ്ഥന്. അങ്ങനെ അവർക്ക് ആ വിവരം ലഭിക്കുകയും ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് എടുത്തുപോയല്ലോ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് എനിക്ക് സംഭവിക്കുമോ, എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമോ, അങ്ങനെ പല പ്രയാസവും പേടിയൊക്കെ വന്ന് അത് അവനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ അത് തിരിച്ചു തരാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ അവൻ നമ്മളോട് കാര്യങ്ങൾ പറയും, പിന്നീട് അവൻ തരാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകുന്ന, ഫലങ്ങളുണ്ടാകുന്ന, കാണാതായ പോയ വസ്തുക്കൾ തിരിച്ചു ലഭിക്കാൻ ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റും ദുആയാണ് പഠിപ്പിക്കുന്നത്. അത് എത്ര പഴകിയതാണെങ്കിലും നമുക്ക് ലഭിക്കും. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേറെ പുറത്തെവിടെയും പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്, എവിടെ പോയി എന്ന് നമുക്കതിൻ്റെ വിവരം കിട്ടുന്നില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവർ ചെയ്യേണ്ടത് സൂറത്തുൽ ളുഹ, വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന ആ സൂറത്ത് 11 തവണ പാരായണം ചെയ്യുക. എന്നിട്ട് ആ നഷ്ടപ്പെട്ടു പോയ വസ്തു ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടത്. ഇനി പുറത്താണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നമ്മൾ അവിടെ ദുആ ചെയ്യേണ്ടത്, അത് ശരിക്കും നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. യാ ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഅ ബൈനി വബൈന ളാലത്തി. യാ ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഅ ബൈനി വബൈന ളാലത്തി എന്ന് 111 തവണ ചൊല്ലണം. അത് പുറത്ത് നഷ്ടപ്പെട്ടു പോയത് ലഭിക്കാൻ. അതുപോലെ ആരുടെയെങ്കിലും കൈകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മൾ നഷ്ടപ്പെട്ടു പോയി, എവിടെയോ നഷ്ടപ്പെട്ടത് ആരുടെയോ കൈകളിലേക്ക് ലഭിച്ചു എന്ന് നമുക്ക് സാധാരണ തോന്നാവുന്ന കാര്യം, അത് നമ്മൾ പരസ്യപ്പെടുത്തുകയും യാ ഹഫീദു യാ ഹഫീദു യാ ഹഫീദു എന്നുള്ളത് 119 തവണ ചൊല്ലുകയും ചെയ്യുക. എന്നിട്ട് സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ ആയത്ത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സ്വഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ എന്ന് പറയുന്ന സൂറത്തുൽ ലുഖ്മാനിലെ 16-ാം ആയത്ത്. അത് നമ്മൾ ഓതിയാൽ നമുക്ക് നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ളത്, സ്വർണമായാലും വെള്ളിയായാലും പണമായാലും മറ്റു രേഖകളായാലും എന്തായാലും, അത് ആരുടെ കൈകളിലേക്കാണോ എത്തിയിട്ടുള്ളത് അവർക്ക് നമുക്ക് തിരിച്ചു തരാനുള്ള മനസ്സ് അല്ലാഹു നൽകും. അപ്പോൾ ഇത് ഈ പറഞ്ഞത് മുഴുവനും ചെയ്താൽ, അത് എവിടെ നഷ്ടപ്പെട്ടാലും, വീടിൻ്റെ ഉള്ളിലും അതുപോലെ പുറത്തും ബസ്സിലും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടാൽ, ഈ കാര്യം മൊത്തമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ
നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരും എന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇത് ചെയ്തു നോക്കുക. നഷ്ടപ്പെട്ടു പോയ എത്ര പഴകിയതാണെങ്കിലും ലഭിക്കും. അള്ളാഹു തിരിച്ചു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.